ഹായ് മകളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. പല ആളുകൾക്കും അറിയാത്തൊരു മുഖമായിരിക്കും അല്ലേ? പക്ഷേ പല വീഡിയോകളിലൊക്കെ ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പക്ഷേ ക്ലാസ് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വല്ലാതെ എത്തിയിട്ടില്ല. ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് മറ്റൊന്നല്ല, ഒരു സന്തോഷ വാർത്തയും ഒരു സങ്കടമുള്ള കാര്യം കൂടി പറയാനാണ്. സന്തോഷ വാർത്ത ഞാൻ അവസാനം പറയാം, ആദ്യം തന്നെ സങ്കടമുള്ള കാര്യം പറയാം. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഭാവിയിൽ എന്താവണമെന്ന് പല ആളുകൾക്കും പ്രത്യേകിച്ച് ഐഡിയകളൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ നിങ്ങളോട് എന്താവണം എന്ന് ചോദിച്ചാൽ പല ആളുകൾ എന്ത് പറയും? കുറേ ആളുകൾ ഡോക്ടർ ആവണമെന്ന് പറയുന്നു, എനിക്ക് ഡോക്ടർ ആവണം. എഞ്ചിനീയർ ആവണമെന്ന് പറയുന്നു, എഞ്ചിനീയർ ആവണം. IAS കാരനാവണമെന്ന് പറയുന്നു, IAS കാരനാവണം. ഇങ്ങനെ പലതരമുള്ള ആഗ്രഹങ്ങളുണ്ട് എന്നല്ലാതെ ആ ആഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയോ അല്ല അതിനുവേണ്ടി കഠിനാധ്വാനമോ ചെയ്യുന്നതോ ആയിരിക്കില്ല ഈ പ്രിയപ്പെട്ട 8ാം ക്ലാസ്സുകാർ. ഇപ്പോൾ കുറേ കളിക്കണം, രാവിലെ തന്നെ സ്കൂളിലൊക്കെ പോയി വൈകുന്നേരം വരെ സ്കൂളിൽ നിന്ന് അവിടെ കിട്ടുന്ന കഞ്ഞും പയറൊക്കെ കഴിച്ച് കൂട്ടുകാരോട് തല്ലുകൂടി അവരുടെ ഇടയിൽ കുറേ കാര്യങ്ങൾ പഠിച്ച് വീട്ടിൽ പോയിട്ട് സൈലത്തിൻ്റെ നമ്മുടെ യോദ്ധാ ബാച്ചുകളൊക്കെ കണ്ട് കിടന്നുറങ്ങണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരായിരിക്കും. സംഗതിയൊക്കെ ശരിയാണ്, ഇങ്ങനെ പോയാലും മുന്നോട്ട് പോകും, നല്ല മാർക്കുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും പഠിച്ചിട്ടുണ്ട് എങ്കിൽ. എന്നാൽ നിങ്ങൾ ഇതുപോലെ ഡോക്ടർമാരോ എഞ്ചിനീയറൊക്കെ ആവണമെങ്കിൽ ഈ ഒരു പഠനം മതിയോ? ഒരിക്കലും പോരാ അല്ലേ? അപ്പം അതിനുവേണ്ടി നമ്മൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് നോളജുകൾ കൂട്ടിയിട്ട് കോൺസെപ്റ്റുകൾ അത്ര അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് പോകണം. അപ്പോൾ ബേസിക് ആയിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് അറിയാത്തതിൻ്റെ പേരിൽ പല എൻട്രൻസ് എക്സാമുകളിലും നമ്മുടെ കേരളത്തിലെ കുട്ടികൾ വളരെ പിന്നോട്ട് പോകാറുണ്ട്. 2025 നീറ്റ് എക്സാം 1 മുതൽ 100 വരെയുള്ള റാങ്കിങ്ങിൽ ഒരു മലയാളി പോലും ഇല്ല എന്നത് നമ്മളെ വളരെയധികം ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് നമ്മൾ നോർത്ത് ഇന്ത്യക്കാർ ഇതിൽ കൂടുതൽ റാങ്കുകൾ വരുന്നത്? അതിനൊരു റീസണുള്ളൂ, അവർ 5ാം ക്ലാസ്സിൽ നിന്നോ 6ാം ക്ലാസ്സിൽ നിന്നൊക്കെ ഫണ്ടമെൻ്റൽസ് പഠിച്ചുകൊണ്ട് ബേസിക് കാര്യങ്ങൾ വൃത്തിയിൽ പഠിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ നമ്മൾ മലയാളികൾ എന്താ ചെയ്യുക? +2 ശേഷം റിപ്പീറ്റൊക്കെ ചെയ്തുകൊണ്ട് അതിൽ എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എണ്ണം കുറയും. അപ്പോൾ ഇതുപോലെ ക്വാളിറ്റിയുള്ള മക്കളായിട്ട് നിങ്ങൾ മാറണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളിപ്പോൾ 8ാം ക്ലാസ്സിലെത്തി, 8ാം ക്ലാസ്സിലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? അത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഫണ്ടമെൻ്റൽസ് അടിപൊളിയായിട്ട് പഠിച്ച് മുന്നോട്ട് പോകണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, സാർ എന്താണ് ഈ ഫണ്ടമെൻ്റൽസ് സാർ കുറേ നേരമല്ലോ പറയുന്നതെന്ന് വിചാരിക്കും. ഈ കൂട്ടുക കുറയ്ക്കുക എന്നതൊന്നും അല്ല, അതൊക്കെ ഡീപ്പായിട്ട് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ അതെന്താണെന്നൊന്നും നിങ്ങൾക്ക് അറിയില്ല, അത് ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചു തരും. നിങ്ങൾ റെഡി ആയാൽ മതി, പഠിക്കാൻ തയ്യാറായാൽ മാത്രം മതി. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് സൈലം അവതരിപ്പിക്കുന്ന പുതിയ ബാച്ചാണ് ഫാൽക്കൺ ബാച്ച് എന്ന് പറയുന്നത്. അതായത് ഉയരങ്ങളിൽ നമുക്ക് പറക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഫാൽക്കൺ ബാച്ചിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അങ്ങനെ പഠിക്കണം, നല്ല ഉയരങ്ങളിൽ എത്തണം ആഗ്രഹിക്കുന്ന മക്കളുണ്ടെങ്കിൽ യാതൊരു സംശയം വേണ്ട, നിങ്ങളുടെ പാരൻസിന് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. താഴെ നമ്പറിൽ വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്താക്കാം, താഴെ നമ്പറിൽ വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള ബെനിഫിറ്റ് ഞാൻ പറയാം, നിങ്ങൾ അത്ര അടിപൊളിയായിട്ടുള്ള മക്കളായിട്ട് മാറും. നിങ്ങൾ മറ്റുള്ള കുട്ടികളിൽ നിന്നൊക്കെ എത്രയോ വ്യത്യസ്തരായിക്കൊണ്ട് ഏറ്റവും മിടുക്കരായിട്ടുള്ള കോണ്ടന്റ് നോളജുകളുള്ള മക്കളായിട്ട് നിങ്ങൾ മാറും എന്നത് ഞങ്ങൾ ഉറപ്പ് തരികയാണ്. അപ്പോൾ അടിപൊളിയാക്കുക, നന്നായിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഗൈസ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. ബൈ.